ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾഡ് ലാബിന്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ വിറ്റാര ബ്രെസ എന്ന് പറയുന്ന വാഹനത്തിന്റെ റിവേഴ്സ് സെൻസറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കംപ്ലൈന്റും അതിന്റെ ഡീറ്റെയിൽസുമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു AC കൺട്രോൾ പാനൽ വർക്ക് ചെയ്യാത്ത ബ്രെസയുടെ AC കൺട്രോൾ പാനൽ വർക്ക് ചെയ്യാത്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അവസാനം നമ്മൾ റിവേഴ്സ് സെൻസർ കംപ്ലൈന്റ് ആണെന്നുള്ളതായിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്രെസയുടെ പുറകിലുള്ള 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെൻസർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഓരോ സെൻസർ ഊരി വെച്ച് വേറെ ഒരെണ്ണം കണ്ടുപിടിച്ച് അത് സ്വാപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ വാഹനത്തിലുള്ള 4 സെൻസറുകളിൽ ഏത് സെൻസറാണ് കംപ്ലൈന്റ് ആയത്, അല്ലെ ഒന്നിലധികം സെൻസർ കംപ്ലൈന്റ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഏത് സെൻസറാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതെന്നും അതെങ്ങനെ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ബ്രെസയുടെ മാത്രമല്ല മാരുതിയുടെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന റിവേഴ്സ് സെൻസർ ഉള്ളത്, നമ്മൾ അഡീഷണൽ എടുപ്പിക്കണമല്ല. ഇൻബിൽഡ് ആയിട്ട് കമ്പനി റിവേഴ്സ് സെൻസർ വരുന്ന വാഹനങ്ങളിലെ എല്ലാ വാഹനങ്ങളിലും ഈ സെൻസർ കംപ്ലൈന്റ് ആണെന്ന് നോക്കാനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. ഈ മുഴുവനായിട്ടും തന്നെ കണ്ടു കഴിഞ്ഞാൽ ഏത് സെൻസർ കംപ്ലൈന്റ് ആകുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനെന്താ ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ ബ്രെസ എന്ന വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓൺ ആക്കുകയാണ്. ഇഗ്നേഷൻ ഓണായി. നിങ്ങൾ ആ മീറ്ററിലൊരു സെൻസർ റിപ്പയർ എന്ന് കാണുന്നുണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് പോകും. അതായത് സെൻസർ റിപ്പയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അത് പോകും. ഒന്നുകൂടി ഞാൻ ഓഫാക്കിയിട്ട് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ ഈ ഒരു കേസ്, അതായത് ഇങ്ങനെ സെൻസർ റിപ്പയർ എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്ന ഒരു ഇഷ്യൂ. അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോഴും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കിടക്കും. നമുക്കൊന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. നമ്മൾ റിവേഴ്സ് ഗിയർ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെ സെൻസർ റിപ്പയർ എന്നും പറഞ്ഞ് ഇങ്ങനെ ബീപ്പായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതായത് ബാക്കിലുള്ള 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളിൽ ഏതെങ്കിലും ഒരു സെൻസറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെൻസറുകളോ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ ഏത് സെൻസറാണ് എന്ന് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാരുതി വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബസർ സൗണ്ട്. അതിൻ്റെ ബസർ സൗണ്ടിൻ്റെ ഓരോ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഏത് സെൻസറാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒന്നിലധികം സെൻസറുകൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ആ സെൻസറുകളുടെ പാറ്റേണിലുള്ള സൗണ്ടും കൂടി നമ്മളെ കേൾപ്പിക്കും. അതായത് ഒരു മാൽഫങ്ഷൻ്റെ സൗണ്ട് കേൾപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ അടുത്ത സെൻസറിൻ്റെയും കംപ്ലൈൻറ്റ് കാണിക്കും. അപ്പോൾ അത് മുഴുവനായിട്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സെൻസറാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വാഹനത്തിൻ്റെ സൗണ്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിന് 2 ബീപ്സാണ് വരുന്നത്. ഇത് ലെങ്ത് ആയിട്ടുള്ള 2 ബീപ്സ്, പിന്നെ ഇൻ്റർവെല്ല്, പിന്നെ 2 ബീപ്സ്. കൃത്യമായി പറഞ്ഞാൽ ഈ ബസർ ഓണായി നിൽക്കുന്ന സമയം 0.4 സെക്കൻഡ്സ് ആണ്. ഈ 2 ബീപ്പിൻ്റെയും ദൈർഘ്യം ഇത് തന്നെയാണ്. ഈ 2 ബീപ്പിൻ്റെയും ഇടയിൽ 0.2 സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം ഈ 2 ബീപ്പ് അടിച്ചതിന് ശേഷം 1.4 സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് അടുത്ത 2 ബസറിൻ്റെ സൗണ്ട് നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് റിയർ സെൻറ്റർ റൈറ്റ് സെൻസറാണ്. അതായത് ബാക്കിൽ റൈറ്റ് സൈഡിൽ ഉള്ളിൽ വരുന്ന സെൻസർ. ടോട്ടൽ 4 എണ്ണത്തിൽ റൈറ്റ് സൈഡിൽ ഉള്ളിൽ വരുന്ന സെൻസറിൻ്റെ കോഡാണ് ഈ കാണിച്ചത്. ഞാനിനി വേറൊരു വാഹനത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കോഡും കൂടി കേൾപ്പിച്ചു തരാം. ഇത് മറ്റൊരു വാഹനമാണ്. ഇതിൻ്റെ റിയർ ലെഫ്റ്റ് സൈഡ് സെൻസറാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇതിൽ 3 ബീപ്പാണ് കേൾക്കുന്നത്. അതിനുശേഷം ഒരു ഗ്യാപ്പ്, അതിനുശേഷം വീണ്ടും 3 ബീപ്പ്. കൃത്യമായി പറഞ്ഞാൽ 0.2 സെക്കൻഡ് നീണ്ടു നിൽക്കുന്നതാണ് ബസറിൻ്റെ സൗണ്ട്. പിന്നെ 0.2 സെക്കൻഡിൻ്റെ ഒരു ഗ്യാപ്പ്, വീണ്ടും 0.2 സെക്കൻഡിൻ്റെ സൗണ്ട്. അതിനുശേഷം ഒരു 1.4 സെക്കൻഡിൻ്റെ ഒരു ഇൻ്റർവെല്, പിന്നെയും ഇതുപോലെ 3 ബീപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കും. അപ്പോൾ ഇത് വരുന്നത് റിയർ ലെഫ്റ്റ് സൈഡ് സെൻസറിൻ്റെ കോഡാണ്. നമുക്ക് സ്കാൻ ടൂൾ കണക്ട് ചെയ്താലും ഇതറിയാൻ പറ്റും. നമുക്കൊന്ന് സ്കാൻ ടൂൾ കണക്ട് ചെയ്ത് അതിൻ്റെ കോഡ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിയർ ലെഫ്റ്റ് സെൻസറാണ്. B1864 എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. ഇനി നമുക്കൊരു മറ്റൊരു വാഹനം കൂടി നോക്കാം. അപ്പം നിങ്ങളിപ്പോൾ കേട്ടത് 3 ബീപ്പ് സൗണ്ടാണ്. അതിനുശേഷം ഒരു ഗ്യാപ്പ്, വീണ്ടും 3 ബീപ്പ് സൗണ്ട്. അതായത് ഇതിൻ്റെ ബീപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.4 സെക്കൻഡ്സ്, പിന്നെ 0.2 സെക്കൻഡിൻ്റെ ഗ്യാപ്പ്, വീണ്ടും 0.4 സെക്കൻഡ് ബസർ സൗണ്ട്, അതിനുശേഷം വീണ്ടും 0.2 സെക്കൻഡ് ഗ്യാപ്പ്, വീണ്ടും 0.4 സെക്കൻഡ് സൗണ്ട്, അതിനുശേഷം ഒരു 0.8 സെക്കൻഡ് ഗ്യാപ്പ് ഇൻ്റർവെല്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് റിയർ സെൻറ്റർ ലെഫ്റ്റ് സെൻസറാണ്. അപ്പോൾ ലാസ്റ്റ് കേട്ട 2 ബസർ പാറ്റേണും 3 ബീപ്പ് വീതമുള്ളതായിരുന്നെങ്കിലും അതിൻ്റെ സ്പീഡിൽ വ്യത്യാസമുണ്ടായിരുന്നു. അതായത് ആദ്യം കേട്ടത് സ്പീഡിൽ, അതായത് ലെങ്ത്ത് കുറവുള്ള 3 ബീപ്പായിരുന്നു. അത് റിയർ LH സൈഡായിരുന്നു. ലെങ്ത്ത് കൂടുതലുള്ള 3 ബീപ്പ് വരുന്നത് റിയർ സെൻറ്റർ LH സൈഡാണ്. അതായത് ഇത്തിരി സ്ലോവിൽ പോകുന്നത് എപ്പോഴും ഉള്ളിലുള്ള സെൻസറിൻ്റെ കോഡായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, സ്പീഡിലുള്ള 2 ബീപ്പിൻ്റെ പാറ്റേൺ ആണെങ്കിൽ അത് റിയർ RH കോർണർ സൈഡും, സ്ലോവിലുള്ള 2 ബീപ്പിൻ്റെ പാറ്റേൺ ആണെങ്കിൽ അത് റിയർ സെൻറ്റർ RH സെൻസറിൻ്റെ മാൽ ഫങ്ഷൻ കോഡും ആയിരിക്കും. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഓരോ സെൻസറിൻ്റെയും പാറ്റേൺ വരുന്നത്. ഇതിൽ അവസാനം നൽകിയിരിക്കുന്ന പാറ്റേൺ മൾട്ടിപ്പിൾ സെൻസറുകൾ കംപ്ലൈൻറ്റ് വന്നാലുള്ള രീതിയാണ്. ഇതുകൂടാതെ മാരുതിയുടെ ചില വാഹനങ്ങളിൽ ഉള്ളിലുള്ള 2 സെൻസറുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതായത് അതിൻ്റെ പാറ്റേൺ സ്ലോവിലുള്ള 3 അല്ലെങ്കിൽ സ്ലോവിലുള്ള 2 ബീപ്പിൻ്റെ പാറ്റേൺസ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് പരിശോധിക്കാം. അപ്പം നമ്മുടെ വാഹനത്തിൽ സ്ലോവിലുള്ള 2 ബീപ്പ് സൗണ്ടാണ് വരുന്നത്. നമുക്കൊന്ന് സ്കാൻ ടൂളും കൂടി കണക്ട് ചെയ്ത് നോക്കാം. സ്കാൻ ടൂളിൽ അത് ഒരു കറണ്ട് കോഡായിട്ട് കിടപ്പുണ്ട് ഒരു കംപ്ലൈൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേക്കും B1866 റിയർ സെൻറ്റർ റൈറ്റ് പാർക്കിംഗ് സെൻസർ. ഞാൻ പറഞ്ഞു സ്ലോവിലുള്ള 2 ബീപ്പ് റിയർ സെൻറ്റർ RH സൈഡ് സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് വരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ റിയർ RH സെൻറ്റർ സൈഡ് സെൻസറാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ആ സെൻസറിൻ്റെ കപ്ലറും കാര്യങ്ങളും നോക്കണം. അതിനുശേഷം നമുക്ക് സെൻസർ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ പുറകിൽ പോയിട്ട് നമ്മുടെ കംപ്ലൈൻ്റ് ഉള്ള സെൻസർ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി സെൻസറിൽ എന്തെങ്കിലും ഇടി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് റിയർ സെൻറ്റർ RH സൈഡ് സെൻസർ. അപ്പോൾ ഇതിന് യാതൊരു മുട്ടും തട്ടൊന്നും വന്നായിട്ടൊന്നും കാണുന്നില്ല, കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കണത്. അപ്പോൾ സെൻസർ എന്തെങ്കിലും ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടായിരിക്കണം ഈ നമ്മുടെ കോഡ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻസറൊന്ന് ഊരി അത് മാറ്റി പുതിയതൊരെണ്ണം വെക്കാൻ പോകണേണ്. അതിന് മുമ്പ് എൻ്റെ ബാക്ക് സൈഡിൽ കപ്ലറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ കപ്ലറൊക്കെ കറക്റ്റായിരുന്നു. നമുക്കിത് ബമ്പറിൻ്റെ അടിയിൽ കൂടി തന്നെ കൈയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. നമുക്ക് ഈ പാർട്ട് നമ്പർ വെച്ചിട്ടുള്ള സെൻസർ നമുക്ക് മാരുതിയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം. അതിനുശേഷം നമുക്കത് പിടിപ്പിക്കാം. സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള വൈറ്റ് ആയിരിക്കില്ല, ബ്ലാക്ക് ആയിരിക്കും. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും. ഇത് 5PK എന്നും പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ്. സെൻസർ സെയിമാണ്. അതിൻ്റെ സെൻറ്ററിലത്തെ ഇത് ബ്ലാക്ക് കളറായിരിക്കും. നമ്മത് സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ ഇതുവരെ പിടിപ്പിച്ചിട്ടും ഒന്നും യാതൊരുവിധ കംപ്ലൈൻറ്റും നമുക്ക് വന്നിട്ടില്ല. ഇത് മറ്റേത് വൈറ്റ് കളറോട് കൂടി നമുക്കിത് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് കൂടുതലും കിട്ടാറ്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കുന്നു. ഇനി നമുക്കത് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിതാദ്യം ഇതൊന്ന് അതിലോട്ട് കണക്ട് ചെയ്തിട്ട് സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ കപ്ലർ ആദ്യം അതിലോട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ സെൻസർ
അവിടെ ഒരു ബ്രാക്കറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. 2 സൈഡിൽ ലോക്കുള്ളൊരു ബ്രാക്കറ്റാണ്. അതിൻ്റെ സെൻറ്റർ ലോക്കാണ് നമ്മൾ ഈ സെൻസർ ഉള്ളിലോട്ട് കയറ്റി വെക്കുന്നത്. അപ്പോൾ സെൻസറിൻ്റെ 2 സൈഡിലും 2 കട്ടിങ് ഉണ്ട്. അത് അതിൻ്റെ ലോക്കിലോട്ട് കയറി നിൽക്കും. അപ്പോൾ നമ്മൾ സെൻസർ ഇപ്പോൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് കളർ സെൻസർ ആയതുകൊണ്ടാണ് നമുക്കവിടെ ഇല്ലാത്ത പോലെ തോന്നുന്നത്. സെൻസർ അവിടെ ഉണ്ട്. നമ്മളൊന്നും കൂടി ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സെൻസർ നമ്മുടെ പുതിയ സെൻസറാണ്. നമ്മൾ റിവേഴ്സ് ഇട്ട് നോക്കുകയാണ്. ഇപ്പോൾ റിവേഴ്സ് സെൻസറിൻ്റെ വാണിംഗ് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് വീണിട്ടുണ്ട്. ഇനി ബാക്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സിഗ്നൽ കാണിക്കും. ഇപ്പോൾ ബാക്കിൽ ഒരാൾ വന്നപ്പോൾ ബസറടിച്ചതാണ് ആ കണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ബാക്കിലെ സെൻസറുകളെല്ലാം ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇറർ കോഡായിട്ടും ഒന്നുമില്ല. എല്ലാ 2 സൈഡിലെ കോർണറിലെയും സെൻറ്ററിലെയൊക്കെ കാണിക്കും. സെൻറ്ററിൽ വരുമ്പോൾ 2 സെൻസർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് പിക്ചറിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സെൻസർ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. 2 കോർണറും സെൻറ്ററിലത്തെ 2 എണ്ണവും നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇറർ കോഡുകളൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ഇറർ കോഡിൻ്റെ പാറ്റേൺ ബീപ്പും ഒന്നും കേൾക്കുന്നില്ല. എല്ലാം ഓക്കെ ആണെങ്കിൽ യാതൊരുവിധ ബീപ്പും കേൾക്കില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ബീപ്പ് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ആ സെൻസർ തന്നെയാണ്. അപ്പോൾ നമ്മൾ സെൻസർ ഏതാണെങ്കിലും റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ സെൻസർ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടി അവിടെ തിരിച്ച് റീഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിടിപ്പിച്ച് വെച്ച സെൻസർ നമ്മൾ തിരിച്ച് ഊരിയെടുക്കുന്നതാണ്. നിങ്ങൾ അവിടെ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ടാവും. ഈ സെൻസറിൻ്റെ 2 സൈഡിൽ 2 കാല് പോലെയും കാണുന്നുണ്ടാവും. ഇതാണ് ആ ബ്രാക്കറ്റിലുള്ള 2 ഹോളിലോട്ട് കയറി സെൻസർ അവിടെ ലോക്കായി പോകും. നമ്മൾ ജസ്റ്റ് മേളത്തെയും താഴത്തെയും ആ പോയിൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അകത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പുറത്തുനിന്ന് ആ സെൻസറിലൊന്ന് പ്രസ് ചെയ്തും കൂടി ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലോട്ട് തള്ളും. അങ്ങനെ നമുക്കിത് ഇതുപോലെ ഊരിയെടുക്കാം. പിന്നെ ഈ ബാക്കിൽ കപ്ലറിൽ കാണുന്ന റെഡ് ലോക്ക് ജസ്റ്റ് പുറത്തോട്ടാക്കിയിട്ട് നമുക്ക് ആ വയറിങ് ഹാർനസിൻ്റെ കപ്ലർ സെൻസറിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടോ, ആ റെഡ് ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് പുറകോട്ട് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം പിടിപ്പിച്ചിട്ട് തിരിച്ച് റെഡ് ലോക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് മൊത്തം പറന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിനി ഏതാണേലും അതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച നമ്മുടെ പുതിയ സെൻസർ തിരിച്ച് ബമ്പറിലേക്ക് സെൻസർ ഹോളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റബ്ബറിൻ്റെ ഒരു ഓറിങ് വരുന്നുണ്ട്. അതും പുതിയ സെൻസറിൻ്റെ ഒപ്പം തന്നെ കിട്ടും. അതിടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഓറിങ്സ് ഒക്കെ ഇട്ടു. അത് കറക്റ്റായിട്ട് ആ ലോക്കിലേക്ക് കയറ്റി വെക്കുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഇരിക്കുന്ന ആ പൊസിഷൻ പ്രോപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ലോക്ക് ഫുള്ളായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഈ കപ്ലർ കണക്ട് ചെയ്യാം. നമുക്കിനി ഫ്രണ്ടിൽ കൂടി ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡിലത്തെ റബ്ബർ ബീഡിങ് ജസ്റ്റ് ഒരു ഉള്ളിലോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഒന്നും കൂടി അത് പുറത്തോട്ട് എടുത്തിട്ട് കറക്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സെൻസർ എല്ലാം കറക്റ്റായിട്ട് തന്നെ റീസെറ്റ് ചെയ്യണതാണ്. ഒന്നും കൂടി നമ്മളത് കറക്റ്റ് ചെയ്തു. അപ്പോൾ ആ റബ്ബർ ഇപ്പോൾ പ്രോപ്പറായിട്ട് പുറത്ത് അതിന് ചുറ്റും തന്നെ വന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു സൈഡ് ഉള്ളിലോട്ട് പോയായിരുന്നു. അപ്പോൾ സെൻസർ ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ അതിലേക്ക് വീണ്ടും ഒന്നും കൂടി തിരിച്ചു പിടിപ്പിച്ചു. ഇനി നമുക്ക് കപ്ലർ അതിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ റെഡ് ലോക്ക് ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ലോക്കാക്കണം. എന്നാൽ മാത്രമേ ഊരിപ്പോരാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും വൈബ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഊരിപ്പോരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കപ്ലർ കണക്ട് ചെയ്തു. ആ റെഡ് ലോക്കും ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് അത് ലോക്കാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സെൻസർ റീപ്ലേസ്മെൻറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഊരിയെടുക്കുന്നതെന്നും തിരിച്ചു പിടിപ്പിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലോക്ക് വീണിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ആ കപ്ലർ റിമൂവ് ചെയ്യുമ്പോഴും ആ റെഡ് ലോക്ക് ആദ്യം പുറകോട്ടാക്കിയതിന് ശേഷം കപ്ലർ പ്രസ് ചെയ്ത് ഊരാൻ നോക്കുക. അപ്പോൾ നമ്മൾ സെൻസറൊക്കെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ സെൻസറും ഇപ്പോൾ നല്ല കണ്ടീഷനിൽ തന്നെയാണ്. സെയിമായിട്ട് തന്നെ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരു ചാടിയോ സൈഡിലോട്ടായോ അങ്ങനെയൊന്നുമല്ല, എല്ലാം പ്രോപ്പറാണ്. ഇനി അടിയിലൊരു 10ൻ്റെ ഒരു ബോൾട്ടും കൂടി വരുന്നുണ്ട്. നമ്മൾ ആ 2 ബോൾട്ട് അഴിച്ചു മാറ്റിയിട്ടാണ് ആ ബമ്പറൊന്ന് ജസ്റ്റ് അടിയിലോട്ട് വലിക്കുന്നത്. അപ്പോൾ ആ ബോൾട്ട് തിരിച്ച് അതുപോലെ തന്നെ അതിലേക്ക് പിടിപ്പിക്കുക. ആകെ ഈ അടിയിലുള്ള ഈ 2 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബമ്പർ ജസ്റ്റ് ഒന്ന് അടിഭാഗം
അടിയിലോട്ട് ഇങ്ങനെ താഴ്ത്താൻ പറ്റും. അപ്പോൾ നമ്മതും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. പെയിൻറ്റിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തില്ല. ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ സിഗ്നൽ പിടിക്കുന്നുണ്ട്. ബാക്കിലെ കോർണറിൽ ഒരു വണ്ടിയുണ്ട്, അത് കാരണം അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ ഒരാൾ വരാൻ പോവുകയും ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് പിടിക്കുമോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇനി വണ്ടിയുടെ അടുത്തേക്ക് നമുക്കിങ്ങനെ ഒരാൾ അടുത്തോട്ട് വരും, സെൻസറിൻ്റെ അടുത്തോട്ട് വരും, സെൻസറിൻ്റെ അടുത്തുനിന്ന് മാറും. അപ്പോൾ ആ രീതിയിൽ സെൻസറിൻ്റെ റീഡിങ് പോകുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനൊന്നും കൂടി റിവേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി അടുത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ സെൻറ്ററിലെത്താൻ നമ്മൾ മാറി സെൻസറിൻ്റെ അവിടെ ആൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോർണറിൽ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻസറൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് റിയർ സെൻറ്റർ RH സൈഡ് സെൻസർ കംപ്ലൈൻ്റ് ആയതായിരുന്നു. അപ്പോൾ നമ്മൾ സെൻസർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് സെൻസറാണ് കംപ്ലൈൻ്റ് എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ഡയഗ്നോസിക് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.